ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിനത്തിൻ്റെ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് കർത്താവേ, ഞങ്ങൾക്കും ഈ ആരാധനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യവും അവസരവും അവിടെ ഞങ്ങൾക്ക് ഒരുക്കി നൽകുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലോകമൊന്നാകെ വലിയ പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും ഒട്ടേറെ ചോദ്യങ്ങളുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവേ, ഞങ്ങൾക്കിപ്രകാരം ക്രിസ്തുവിൽ ഒന്നായിത്തീരുവാൻ ലഭിക്കുന്ന വലിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളിരിക്കുന്ന ഇടങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങൾ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവമേ അവിടുന്ന് കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്തുതിയും സ്തോത്രങ്ങളും കർത്താവേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യാവസാനം ദൈവകൃപയാൽ നിറയ്ക്കണം, യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ദൈവനാമ മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 75-ാമത്തെ കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 അവസാനത്തെ ചരണവും നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 75-ൻ്റെ ആദ്യത്തെ 2 അവസാനത്തെയും ചരണങ്ങൾ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാട് അർപ്പിച്ചു വരുന്നു. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. നാം മൗനമായിരിക്കുമ്പോൾ തന്നെ നമ്മിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് നമുക്ക് പാപക്ഷമയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ യാചിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പിൻ. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 14 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 14 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നമുക്ക് ചേർന്ന് വായിക്കാം. സിയോനിൽ ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ. സെഖര്യാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സെഖര്യാവിൻ്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദാഹരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ
നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിഴലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 16-ാം വാക്യം മുതൽ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞെരുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകും, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ വിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലതു ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 406-ാമത്തെ കീർത്തനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 406-ന്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം. Good.
വചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വിശ്വസ്തനായ ദൈവമേ, പുതിയൊരു വർഷത്തിൻ്റെ ആരംഭ ആഴ്ചകളിൽ കർത്താവേ അടിയങ്ങളായിരിക്കുമ്പോൾ കഴിഞ്ഞൊരാഴ്ചക്കാലം ഞങ്ങളെ വഴി നടത്തിയവനായ ദൈവത്തെ നന്ദിയോടെ ഓർക്കുവാനും ദൈവസന്നിധിയിൽ കർത്താവെ നന്ദി അർപ്പിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളൊക്കെയും കർത്താവെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാനും ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ കർത്താവെ ഈ വചനം കേൾക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങളുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ പാതയിൽ നടപ്പാനായിട്ട് കർത്താവെ അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നതിൻ്റെ ജനങ്ങളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ ഉപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു വർഷത്തിൻ്റെ ആരംഭത്തിലെ ആഴ്ചകളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയോട് ചേർന്ന് വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിപ്പാനായിട്ടൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരുപക്ഷേ COVID-19 പ്രയാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്നുള്ളതാണ്. വിളിക്ക് യോഗ്യമായി ജീവിക്കുക, ലൈഫ് വർത്തി ഓഫ് യുവർ കോളിംഗ്. വിളിക്ക് യോഗ്യമായി ജീവിക്കുക, ലൈഫ് വർത്തി ഓഫ് യുവർ കോളിംഗ്. ഈ ചിന്തയോട് ചേർന്ന് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും, 14-ാം സങ്കീർത്തനവും സുവിശേഷ വേദഭാഗമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും ആകുന്നു. ഇന്നത്തെ ഈ ചിന്തയിലേക്ക് നമ്മളെ പ്രവേശിക്കുമ്പോൾ ഇതിനാധാരമായി എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ച് അറിയും. ഈ ചിന്തയുടെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് സാഹചര്യത്തിലാണ് കർത്താവ് ഇങ്ങനെ തന്നോട് കൂടെ ആയിരിക്കുന്നവരോട് പറയുവാൻ ഇടയായി തീർന്നത് എന്നുള്ളത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായവും 7-ാം അധ്യായവും നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് തന്നോട് കൂടെ ആയിരുന്നവരോട് അവരുടെ ജീവിതയാത്രയിൽ അവർ നേരിടാൻ പോകുന്നതായിട്ടുള്ള പല അനുഭവങ്ങളെക്കുറിച്ചും ആ പല അനുഭവങ്ങളെ എങ്ങനെ അതിജീവിക്കുവാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന വേദഭാഗങ്ങളാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായവും 7-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ കർത്താവ് ഇങ്ങനെ പറയുവാനായിട്ടുള്ള കാര്യം, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് തന്നോടുകൂടെ ആയിരിക്കുന്ന ജനം നേരിടാൻ പോകുന്നതായിട്ടുള്ള പല പ്രതിസന്ധികളിൽ ഒന്നാണ് ആ നാളുകളിൽ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്നും അവർ ജനത്തെ തെറ്റിക്കുമെന്നൊക്കെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട്
കർത്താവ് തന്നോട് കൂടെ ആയിരിക്കുന്ന ജനത്തോട് പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. അതിന് പിന്നീട് വായിക്കുമ്പോഴാണ്, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജനത്തെ തൻ്റേതായ വഴിയിൽ നടത്തുവാനായിട്ട് അവരെ പ്രാപ്തിപ്പെടുത്തുന്നതായിട്ടുള്ള ചിന്തകളാണ് നമ്മളവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, വിളിക്ക് യോഗ്യമായി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സഭ എന്ന് പറയുന്നത് അത് വിളിക്കപ്പെട്ടവരുടെയും വേർതിരിക്കപ്പെട്ടവരുടെയും ഒരു കൂട്ടമാണ്. സഭയെന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരുടെയും വേർതിരിക്കപ്പെട്ടവരുടെയും ഒരു കൂട്ടമാണ്. അപ്പോൾ നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുമ്പോൾ നമ്മിലൂടെ ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുന്ന അനേക അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, യു ആർ സറൗണ്ടഡ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ക്യാൻ ടേക്ക് അവേ യു ഫ്രം ഗോഡ്. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുന്നതായിട്ടുള്ള അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വിളിക്ക് യോഗ്യമായിട്ട് നാം ജീവിക്കണമെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതീവ ശ്രദ്ധയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഈ വേദഭാഗത്ത് മരത്തെക്കുറിച്ചും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും, അല്ലെങ്കിൽ വൃക്ഷത്തെക്കുറിച്ചും അതിൽ നിന്നുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചുമൊക്കെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം വാക്യത്തിൽ, വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വൃക്ഷം പ്രധാനപ്പെട്ടതാണ്. ഒരു ഫലത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ വൃക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇറ്റ് ഈസ് ദി ഫ്രൂട്ട് ദാറ്റ് ഡിക്ലെയർസ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ ട്രീ. ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ദാറ്റ് ഡിക്ലെയർസ് ആൻഡ് ഡിസ്ക്രൈബ്സ് ദ ട്രീ. ഒരു വൃക്ഷത്തിൻ്റെ ഫലത്താൽ ആ വൃക്ഷം നല്ലതാണോ ചീത്തയാണോ ആകാത്തതാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു വൃക്ഷം വളരണമെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ഒരു ഇടം ആവശ്യമാണ്, ഒരു ഗുഡ് സോയിൽ ആവശ്യമാണ്, ഒരു ഗുഡ് സീഡ് ആവശ്യമാണ്, ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആവശ്യമാണ്. ഒരു മരം യഥാർത്ഥമായ രീതിയിൽ വളരുകയും തക്കതായിട്ടുള്ള ഫലം കായ്ക്കുകയും ചെയ്യണമെങ്കിൽ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഗുഡ് സോയിൽ, ഗുഡ് സീഡ് ആൻഡ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ ഇറ്റ് ഈസ് നെസസറി. അത് ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നു. അപ്പോൾ ശരിയായ ഒരു ഇടത്ത്, വളക്കൂറുള്ള ഇടത്ത് വളരുന്നതായിട്ടുള്ള ഒരു വൃക്ഷത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വളക്കൂറുള്ള ഒരു മണ്ണിൽ, ഒരു ഗുഡ് സോയിലിൽ വളരുന്നതായിട്ടുള്ള ഒരു വൃക്ഷത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് തക്ക കാലത്ത് ഫലം കായ്ക്കുകയും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റു ചിലത് നല്ല മണ്ണിൽ വീണു മുളച്ചു വളർന്ന് ഫലം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നല്ല നിലത്ത് വീണതായിട്ടുള്ള വിത്ത് വളർന്ന് ശരിയായിട്ടുള്ള ഫലം കൊടുത്തു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, ഒരു വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അത് നല്ല വൃക്ഷമാണോ ആകാത്ത വൃക്ഷമാണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്താലാണ്. ഒരു നല്ല ഫലം ഉണ്ടാകണമെങ്കിൽ അത് വളരുന്നതായിട്ടുള്ള ഇടവും അത് വളരുന്നതായിട്ടുള്ള സാഹചര്യവും അതിന് വളരുവാനായിട്ടുള്ള സാഹചര്യവുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും വിളിക്ക് യോഗ്യമായിട്ട് ജീവിക്കണമെങ്കിൽ നാം ആയിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരനുഭവം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്തുകൊണ്ട് പൗലോസിന് യഥാർത്ഥമായിട്ടുള്ള ഒരു വളരെ ഫലവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസിൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആഴത്തിൽ വേരൂന്നി
ദൈവകൃപയിൽ വളർന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്. അല്ലെങ്കിൽ കൃപയ്ക്ക് അധീനനായി ജീവിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് പറയുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവിക കൃപയ്ക്ക് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ദൈവവചനത്തിൽ ആഴമായി വേരൂന്നിക്കൊണ്ട് ദൈവകൃപയോടുകൂടെ ദൈവത്തിന് വേണ്ടി വളരുവാനായിട്ട് സാധിച്ചതായിട്ടുള്ള വ്യക്തിയാണ് പൗലോസ്. അതുകൊണ്ട് പൗലോസിന് തന്നെ വിളിക്ക് യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടൊക്കെ പൗലോസിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രത്യേകത കൂടെ പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെൻ ഹി ചേഞ്ച് ഹിസ് പ്രയോറിറ്റി, ദ ഡയറക്ഷൻ ഓഫ് ഹിസ് ലൈഫ് ഓൾസോ ചേഞ്ച്. പൗലോസ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രയോറിറ്റിക്ക് ഒരു മാറ്റം വരുത്തിയപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പഠിക്കുമ്പോൾ പൗലോസ് ആരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ യഹൂദനായിരുന്നെന്നും ഗമാലിയേലിൻ്റെ കീഴിൽ അന്നത്തെ ഏറ്റവും ഉന്നതനായ ടീച്ചറിൻ്റെ കീഴിൽ പഠിച്ചതായിട്ടുള്ള വ്യക്തിയെന്നും ന്യായപ്രമാണത്തെക്കുറിച്ച് തികഞ്ഞ അറിവ് ഉള്ളവനായിരുന്നുവെന്നും ദൈവസേവയിൽ എരിവുള്ളവനായി ജീവിച്ച വ്യക്തിയാണ് എന്നുള്ളതൊക്കെ അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ എണ്ണിപ്പറയാവുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അല്ല തന്നെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ദൈവകൃപ മാത്രമാണ് എന്ന് എടുത്ത് പറയുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് പൗലോസ് പറയുന്നത്, നിൻ്റെ കൃപ എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് പൗലോസിന് സാധിച്ചതായിട്ടുള്ള അനുഭവം. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, വിളിക്ക് യോഗ്യമായിട്ട് ജീവിക്കണമെങ്കിൽ ആഴത്തിൽ വേരൂന്നി ദൈവകൃപയിൽ വളരുവാൻ പൗലോസിനെ പോലെ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റേതായ ചില പ്രയോറിറ്റികൾ മാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ തന്നെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികൾ തന്നെ മാറുവാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ യാത്രയിൽ അല്ലെങ്കിൽ വിളിക്ക് യോഗ്യമായിട്ട് ജീവിക്കണമെങ്കിൽ ചില പടികൾ നാം കടന്ന് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. 4 പ്രധാനപ്പെട്ടതായിട്ടുള്ള ചുവടുവെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് വിളിക്ക് യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കണമെങ്കിൽ. അതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, വി മസ്റ്റ് കണ്ടിന്യൂലി സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് അവർ കോളിംഗ്. വിളിയെക്കുറിച്ചുള്ള തുടർച്ചയായ അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിളിയെക്കുറിച്ച് തുടർച്ചയായിട്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. ദൈവം തന്നെ എന്തിനായി വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഉടനീളം തൻ്റെ വിളിയെക്കുറിച്ചുള്ള ഒരു ഉൾബോധ്യത്തോടു കൂടിയാണ് പൗലോസ് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെതായ യാത്രയിലും വി മസ്റ്റ് കണ്ടിന്യൂലി സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് അവർ കോളിംഗ്. നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവമാണെന്നും എന്തിനായി നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് കഴിയുമ്പോൾ മാത്രമേ ക്രൈസ്തവ ജീവിതം ധന്യമായി തീരുകയുള്ളൂ, ക്രൈസ്തവ ജീവിതം യഥാർത്ഥമായി തീരുകയുള്ളൂ എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വി മസ്റ്റ് കണ്ടിന്യൂലി സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് അവർ കോളിംഗ്. നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും അതുതന്നെയാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചവരാണ്. സഭയെന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. സഭയെന്ന് പറയുന്നത് കർത്താവ് വിളിച്ച് വേർതിരിച്ചതായിട്ടുള്ള ഒരു കൂട്ടമാണ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചു പോയിരിക്കുന്ന അപജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് ഇവിടെ സൂചിപ്പിക്കുന്നത്, വി മസ്റ്റ് ബി വില്ലിംഗ് ടു സഫർ ഫോർ ക്രൈസ്റ്റ്. വി മസ്റ്റ് ബി വില്ലിംഗ് ടു സഫർ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറാകണം, അല്ലെങ്കിൽ മനസ്സുള്ളവർ ആയിരിക്കണം. അതുകൊണ്ട് വിളിക്ക് യോഗ്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഒന്ന്, വിളിയെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 2, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് തീരണം. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ നാം തയ്യാറുള്ളവരായി തീരണം. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു കംഫോർട്ട് സോണിൽ ജീവിക്കുവാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്.
സുഖലോലുപരായിട്ട് ജീവിതത്തിൻ്റെ നന്മകളുടെ നടുവിൽ, അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിക്കുവാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശിഷ്യന്മാരെയൊക്കെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ തങ്ങൾക്കുള്ളതിനെ പലതിനെയും ഉപേക്ഷിച്ചേച്ച് പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ശിഷ്യന്മാർക്ക് ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. വള്ളവും വലയും തങ്ങൾക്കുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ ഇറങ്ങിത്തിരിച്ചതായിട്ടുള്ള ശിഷ്യ സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പലരും അവരുടെ ജീവിതത്തിൻ്റേതായ അന്ത്യങ്ങൾ വളരെ വേദനാജനകമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വേദന അനുഭവിച്ച്, വളരെ പീഡനങ്ങൾ അനുഭവിച്ചാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതും രക്തസാക്ഷികളായി തീർന്നതും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ വിളിച്ച യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് സാധിക്കൂ എന്നുള്ളത് ദൈവവചനത്തിൽ നിന്നും അനേകരുടെ ജീവിതത്തിൻ്റേതായ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തയ്യാറായിത്തീരുന്ന എത്ര ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലുള്ള അനേകർ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തതായിട്ടുള്ള വ്യക്തികളാണ്. അവരിലൂടെ ക്രിസ്തുവിനെ അനേകർ കണ്ടു എന്നുള്ളത് ഇന്ന് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് വരുവാൻ അവരുടെ ജീവിതം മുഖാന്തരം, ഒരുപക്ഷെ അവരുടെ മരണത്തിലൂടെ അനേകർ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്ന ഒരു അനുഭവം നമുക്കാണ്. അതുകൊണ്ട് വി മസ്റ്റ് ബി വില്ലിംഗ് ടു സഫർ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് നാം തയ്യാറുള്ളവരായി തീരണം എന്നുള്ളത് വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുന്നതിൻ്റെ ഒരു രണ്ടാം പടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ പടി, അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി മസ്റ്റ് പ്രാക്ടീസ് ഗോഡ്ലി ക്യാരക്ടർ. ഒരു ദൈവിക അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത് ആവശ്യമാണ്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതമായി തീരേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം എൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അതുകൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗോഡ്ലി ക്യാരക്ടറിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. വി മസ്റ്റ് പ്രാക്ടീസ് ഹ്യൂമിലിറ്റി, ജെൻറ്റിൽനെസ്, പേഷ്യൻസ് ആൻഡ് ഫോർബിയറൻസ് ഇൻ ലവ്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഇത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്. ആ ക്രിസ്തുവിൻ്റെ ഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നാം വിളിക്ക് യോഗ്യമായി ജീവിക്കുന്നവരായി തീരുമെന്നുള്ളതിന് സംശയമില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മിൽ ധരിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകുവാനായിട്ടുള്ള പരിശ്രമം ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു പക്ഷേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വലിയ അനുഭവം അത് തന്നെയാണ്. നമ്മിൽ നിന്ന് വിനയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, നമ്മിൽ നിന്ന് സൗമ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, മറ്റുള്ളവരോട് പൊറുക്കുവാൻ ക്ഷമിക്കുവാനായിട്ടുള്ള കഴിവ് നമ്മിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാനായിട്ട് ഉള്ള ശ്രമങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തെ കാണുന്നവർ ഇന്ന് തലകുലുക്കി ചിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ഭാവത്തെ, ആ ക്രിസ്തുവിനെ നമുക്ക് ധരിക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ ഭാവത്തെ ധരിക്കുവാനായിട്ട് നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരു വിളിക്ക് യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് വി മസ്റ്റ് പ്രാക്ടീസ് ഗോഡ്ലി ക്യാരക്ടർ. ക്രിസ്തുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ധരിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത് വി മസ്റ്റ് ലേബർ ഫോർ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നവരായിരിക്കണം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നവരായിരിക്കണം.
ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഐക്യതയുടെ ആത്മാവാണ്. ഈ ഐക്യത അന്യോന്യം സ്നേഹത്തിലും ബന്ധത്തിലും ദീർഘക്ഷമയിലുമൊക്കെ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. വി മസ്റ്റ് ലേബർ ഫോർ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്. സഭയുടെ ഐക്യത്തിന് വേണ്ടി ഒരു ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഒന്നായി ചേരുവാൻ കഴിയുന്നവരായി തീരണം നമ്മൾ. അങ്ങനെ സാധിക്കണമെങ്കിൽ അവിടെ സൗമ്യതയും ദീർഘക്ഷമയും സ്നേഹവും അന്യോന്യമുള്ള ബന്ധങ്ങളുമൊക്കെ ഏറ്റവും ആവശ്യമാണ്. അതിലേക്കുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വിളിക്ക് യോഗ്യമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടുള്ള 4ാമത്തെ പടിയാണ്. വി മസ്റ്റ് ലേബർ ഫോർ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്. സഭയുടെ ഐക്യത്തിന് വേണ്ടി, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, അതുമാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരുമിച്ച് ചേരുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. ഒരുമിച്ച് വേല ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ആ വിളിക്ക് യോഗ്യമായി ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നെയും നിങ്ങളെയും കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അത് സാധ്യമായി തീരുന്ന വിളിക്ക് യോഗ്യമായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് വി മസ്റ്റ് കണ്ടിന്യൂലി സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് അവർ കോളിംഗ്. നമ്മുടെ വിളിയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത് വി മസ്റ്റ് ബി വില്ലിംഗ് ടു സഫർ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഉള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൂന്നാമത്തെ പടിയായിട്ടൂടെ പറയുന്ന വി മസ്റ്റ് പ്രാക്ടീസ് ഗോഡ്ലി ക്യാരക്ടർ. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിത്തീരേണ്ടത് ആവശ്യമായിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ഭാവത്തെ ധരിച്ചവരായി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നാം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. 4ാമത് ഓർപ്പിക്കുന്ന പോലെ വി മസ്റ്റ് ലേബർ ഫോർ ദി യൂണിറ്റി ഓഫ് ദി ചർച്ച്. ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മെക്കുറിച്ച് പറയും, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. ആകാത്ത വൃക്ഷമാണോ നല്ല വൃക്ഷമാണോ എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ. വിളിക്ക് യോഗ്യമായി ജീവിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതിന് ആ ചിന്തയിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാം. അത് ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ, നമ്മെ കാണുന്ന ക്രിസ്തുവിനെ കാണുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ പൗലോസിനെ പോലെ തൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നി ദൈവകൃപയിൽ വളർന്ന പൗലോസിനെ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസിനെ മാറ്റിയപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിയതായിട്ടുള്ള അനുഭവത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മെ തന്നെ ജീവിതത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവും ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കനിമരിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിനിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചിരുന്നു, പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇടവകയുടേതായിട്ടുള്ള ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ആയുസ്സിൻ്റെ പുതിയൊരു നാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം അതിശയകരമായി, അത്ഭുതകരമായി, അനുഗ്രഹത്തോടും ആരോഗ്യത്തോടുമൊക്കെ നിൻ്റെ മക്കളെ പരിപാലിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ദൈവകൃപയിൽ മുന്നോട്ട് ജീവിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിപ്പാൻ നിൻ്റെ മക്കളെ സഹായിക്കണം. അവർ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം. ദാനമായി കൊടുത്ത മക്കളെയും തലമുറകളെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവർ പ്രവർത്തിക്കുന്ന മേഖലകളെ അനുഗ്രഹിക്കണം. അവരിലൂടെ സഭയ്ക്ക് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപയുടെയും വർഷമാക്കി തീർക്കണം. കൃപയോടെ വഴി നടത്തണം. സകല നന്മയിലും അവിടുന്ന് ഉറപ്പിച്ച് ബലപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൽ താഴ്മ വിളിച്ചുപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പകരാം. പുതിയൊരു വർഷത്തിൻ്റെ ആരംഭ ആഴ്ചയിൽ നാം ആയിരിക്കുമ്പോൾ കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രോഗാതുരമായിട്ടുള്ള ഒരു ലോകത്ത് ദൈവം നമ്മെ ഒരാഴ്ച കൂടെ, ഒരു പുതിയ വർഷം കൂടെ അനുഗ്രഹത്തോടെ ഈ നിമിഷം വരെ നിലനിർത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനവധി നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് അനുഭവിപ്പാൻ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ പലപ്പോഴും ദൈവം നൽകിയതായിട്ടുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ മറന്ന് ജീവിച്ച അനുഭവങ്ങൾ, പലപ്പോഴും നന്ദിയില്ലാത്തവരായി ജീവിച്ച അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്നതായിട്ടുള്ള നാളുകൾ ദൈവഭക്തിയോടും ദൈവകൃപയോടും വിളിക്കുക യോഗ്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായി തീരുവാനും നമ്മെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സമയത്തെ രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട്. കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. സർജറിക്ക് ശേഷം വിശ്രമിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. വിവിധമായിട്ടുള്ള ചികിത്സകൾക്ക് ഈ നാളുകളിൽ വിധേയപ്പെടുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കീമോതെറാപ്പി ചെയ്യുന്നവരുണ്ട്, വിവിധമായ ട്രീറ്റ്മെൻറ്റുകളുടെ ആവശ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരൊക്കെ സൗഖ്യമായിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ രോഗികളെയും ഞങ്ങളുടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആശ്വാസവും ബലവും സൗഖ്യവും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയിൽ കഴിയുന്ന നമ്മുടെ ഇടവകങ്ങളെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കാം. അനേകരെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകളിൽ ഭവനങ്ങളിലായിരിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും ബലം ക്ഷയിക്കുമ്പോഴും തള്ളിക്കളയാത്തൊരു കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ള വലിയ അനുഭവത്തിലും ധൈര്യത്തിലും ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പലവിധമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കടഭാരങ്ങളിലിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കളുണ്ട്. അവരുടെ പഠനവും കർത്താവെ, അവരുടെ വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ കുടുംബജീവിതത്തിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇടവകയിലെ 400-ലധികം ഭവനങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ സഭയുടെ വിവിധമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തക്ക സമയത്ത് നിറവേറ്റപ്പെടുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെ നയിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു പുതിയ വർഷങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് സഭയൊരുങ്ങുമ്പോൾ കർത്താവെ, ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തക്കതായിട്ടുള്ള വ്യക്തികൾ കർത്താവെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഇടയാകണമേ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ നടത്തിപ്പും കരുതലും ഉണ്ടാകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും സഭയുടെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മഹാദേവയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു പുതിയ അധ്യക്ഷന് വേണ്ടി സഭ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും
ക്രമീകരണങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് സഭയെ നയിപ്പാൻ ആവശ്യമാകുന്ന ഒരു വ്യക്തിയെ കർത്താവെ അവിടുന്ന് തിരഞ്ഞെടുത്ത് നൽകണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹായിടയെ ഓർക്കാം. എല്ലാ മിഷൻ ഫീൽഡുകളെയും, മിഷണറിമാരെയും, പട്ടക്കാരെയും, സഭാ ശുശ്രൂഷകരെയും, സിസ്റ്റേഴ്സിനെയും, മിഷണറിമാരെയും, മിഷൻ പ്രവർത്തകരെയും, മിഷൻ ഫീൽഡുകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആശ്രമങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സഭയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അനാഥാലയങ്ങൾ, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മറ്റെല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ കീഴിൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ എല്ലാ സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, ആശുപത്രി, പാലിയേറ്റീവ് കെയർ, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർത്താവെ ഈ ദേശത്തിനും അനേകർക്കും അനുഗ്രഹമായി തീരുവാൻ ഇവിടെ ഇടയാകണം. മിഷണറിമാരുടെ ദർശനം തുടർന്നും ഏറ്റെടുത്തുകൊണ്ട് നിർവഹിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭയച്ചനെയും കൊച്ചമ്മയും ദൈവകരങ്ങളിൽ ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവകൃപയോടും അനുഗ്രഹത്തോടും മുന്നോട്ട് വരെ പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നേതൃത്വം നൽകിയതായിട്ടുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ, മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ശാന്തമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിന് അടിസ്ഥാനമായി കർത്താവ് വിളിക്ക് യോഗ്യമായിട്ടുള്ള ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ബോധ്യത്തോടും ആ ക്രിസ്തുവിൻ്റെ കഷ്ടം സഹിപ്പാനായിട്ട് മനസ്സുള്ളവരായും ക്രിസ്തുവിൻ്റെ ഭാവം ധരിപ്പാനായിട്ട് ഉള്ള മനസ്സുള്ളവരായും കർത്താവെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കർത്താവെ സാക്ഷികളായും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയപ്പെടുത്താം. ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ നിശബ്ദമായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചതായിട്ടുള്ള വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും മാതൃകരുണയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് മനോഭാവനീയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് അങ്ങയുടെ വിലവന്നിച്ചിടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭയം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങൾ അതിരുകൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസ്തുതപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ സകലകരണങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവെ, അങ്ങയെ നോക്കി വിളിക്കുന്നവരായ അങ്ങ് ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളയണമേ. ആമീൻ. നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായിട്ടുള്ള വഴിപാടുകൾ, സ്തോത്രദാനങ്ങൾ, വിവാഹവാർഷിക ദാനങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കനുവിൻ്റെ കവറുകൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതായിട്ടുള്ള വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങളും ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും അങ്ങയെ സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും അങ്ങയുടെ സേവയിൽ ഞങ്ങളെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന്
ഞങ്ങൾ നൽകുന്നതായ ദാനങ്ങളോടും ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. ജ്ഞാനകീർത്തനങ്ങളിൽ 377 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 377 ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയൊരു വർഷത്തിൻ്റെ ആരംഭ ആഴ്ചകളിലുള്ള വിശുദ്ധ ആരാധനയിൽ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ വചനത്തെ ധ്യാനിപ്പാനായിട്ടൊക്കെയുള്ള അവസരം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയല്ലോ കർത്താവേ. ഞങ്ങളെ വിളിക്ക യോഗ്യമായിട്ടുള്ള ജീവിതമാണോ ഞങ്ങൾ നയിക്കുന്നതെന്നുള്ള ഒരു ചിന്ത കർത്താവെ ഞങ്ങളെ ഭരിക്കുവാൻ അവിടുന്ന് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിളിക്ക യോഗ്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് കുറവുകൾ സംഭവിച്ചു പോയതെന്ന് തിരിച്ചറിയുവാനും അതിനെ പരിഹരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയോട് ചേർന്ന് ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ ഉടനീളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവെ അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ആഴ്ചകളിലും കർത്താവെ ദൈവത്തിന് ധാരാളമായ കൃപ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. മുന്നോട്ട് ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവെ ഈ ലോകത്ത് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസിനെ പോലെ കർത്താവെ അങ്ങയുടെ കൃപ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ മതിയെന്ന് പറയുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. സകല നന്മയിലും ഞങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മയും സകല ജാതികളെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവൻ ദൈവത്തിന് സർവമഹത്വം ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡിൻ്റെ നാളുകളിലും ഇത്രത്തോളം നമ്മുടെ ഈ ഓൺലൈൻ ആരാധനകൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നമ്മുടെ ജീവിതത്തിൽ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത വെള്ളിയാഴ്ചയും രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ആരാധന നടത്തപ്പെടുന്നതാകുന്നു എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇലക്ഷനെ സംബന്ധിച്ചതായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ ദേവാലയത്തിൽ നൽകപ്പെടുന്നുണ്ട്. 2020-2023 വർഷത്തേക്കുള്ള പ്രാദേശിക ഭരണസമിതി, മഹായിടവ കൗൺസിൽ തുടർന്നവയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജനുവരി മാസം 17 രാവിലെ 10 മണിക്ക് സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വോട്ടെടുപ്പ് രാവിലെ 10 മണി മുതൽ 11:30 മണി വരെ വയോജനങ്ങൾക്കും മുതിർന്നവർക്കും തുടർന്ന് 5 മണി വരെയും വോട്ടുകൾ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 17 ഞായറാഴ്ച രാവിലെയുള്ള ആരാധന രാവിലെ 8 മണിക്കായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. 10 മണി മുതൽ വോട്ടിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ആണ് ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ 25 വയസ്സ് പൂർത്തിയായവരായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള സ്ഥാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ദേവാലയത്തിൽ അതിൻ്റേതായിട്ടുള്ള അറിയിപ്പുകൾ നൽകുന്നുണ്ട്. 2 കൈക്കാരന്മാർ, 11 കമ്മിറ്റി അംഗങ്ങൾ, 4 കൗൺസിൽ മെമ്പേഴ്സ്. അതിൽ കുറഞ്ഞത് കമ്മിറ്റി
11 കമ്മിറ്റി അംഗങ്ങളിൽ കുറഞ്ഞത് 3 സ്ത്രീകൾ, 3 35 വയസ്സിൽ താഴെയുള്ളവർ, 4 കൗൺസിൽ അംഗങ്ങളിൽ 2 ജനറൽ സീറ്റും ഒരു സ്ത്രീ സംവരണ സീറ്റും, 1 35 വയസ്സിൽ താഴെയുള്ള യുവാവിനുള്ള സംവരണമാണ് നമുക്ക് ഉള്ളത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായിട്ടുള്ള അവസാന തീയതി 13-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും എന്നുള്ളത് അറിയിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് പിന്മാറുവാനായിട്ടുള്ള അവസാന തീയതി 14-ാം തീയതി വ്യാഴാഴ്ച 10 മണിക്കും ഉള്ളതായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇടവക വികാരിമാരെ വിളിക്കുകയോ അതിൽ കൂടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് 17-ാം തീയതി രാവിലെ 8 മണിക്കായിരിക്കും ദേവാലയത്തിൽ വെച്ചുള്ള വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. അടുത്ത വെള്ളിയാഴ്ച ആരാധന രാവിലെ 9 മണിക്കും ദേവാലയത്തിൽ വെച്ച് പ്രത്യേകമായിട്ട് നടത്തപ്പെടും. ഇടവക ദൂതനിൽ അറിയിച്ചിരുന്നത് പോലെ ജനുവരി മാസം 31-ാം തീയതി നമ്മുടെ ആദ്യ ഫലം സ്തോത്ര ശുശ്രൂഷ നടത്തപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ വർഷം ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട് എങ്കിലും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. രാവിലെ ജനുവരി മാസം 31-ാം തീയതി രാവിലെ 8 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടി ആദ്യഫല സ്തോത്ര ആരാധന നടത്തപ്പെടുന്നതായിരിക്കും. അതിനെ തുടർന്ന് ആദ്യഫല ലേലം നമ്മുടെ ഹെൻറി ബേക്കർ റിട്രീറ്റ് സെൻറ്റർ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തുടർന്ന് ആരാധനയ്ക്ക് ശേഷം നടത്തപ്പെടുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം പ്രത്യേക കവറുകൾ എല്ലാ ഭവനത്തിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനം, കുടുംബാംഗങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ഈ കവറുകളിൽ ഇട്ട് ദേവാലയത്തിൽ സമർപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ വർഷം ഈ പ്രത്യേക ക്രമീകരണം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 140 കുടുംബങ്ങളോട് മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നുള്ളൂ. എന്നാൽ അത് മാറുവാനായിട്ട് ഇടയാകണം. ഈ പ്രത്യേക കവറുകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഒരു ദിവസത്തെ വേതനം അതിലിട്ട് ദേവാലയത്തിൽ സമർപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. ലേലത്തിനായിട്ട് ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ടുണ്ടെങ്കിൽ വരുന്ന ആഴ്ചകളിൽ കപ്പ്യാർമാരുടെ കൈവശം ഒരു നോട്ട് ബുക്ക് കൊടുത്തു വിടുന്നതാണ്. സാധനങ്ങൾ നിങ്ങൾക്ക് ദേവാലയത്തിൽ ലേലത്തിനായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, ആദ്യ ഫലമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എഴുതി അറിയിക്കണം. ഇല്ല എങ്കിൽ ഇടവകാരിമാരെയോ എന്നെയോ സബിയച്ചനെയോ തുടർന്ന് ഇതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പിൽ ഇടവകയുടെ വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആ ഭവനങ്ങളിൽ വന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതുതന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റ് ക്രമീകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലേലവും നടത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ വർഷം ഒരു പ്രത്യേകതയുടെ ഉള്ളത് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, വിദേശത്തുള്ളവർക്കും ഈ ലേലത്തിലും ഈ സമർപ്പണത്തിലുമൊക്കെ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഈ വർഷത്തെ ഇടവക ദൂതനിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യഫല സ്തോത്രദാനങ്ങൾ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ്. ഇനി ലേലത്തിൽ പങ്കെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓൺലൈനിലും അതിനുള്ള ക്രമീകരണം ചെയ്യുവാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. നമുക്ക് ഇതിലൂടെയൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള തുകകളാണ് സഭയുടെ വിവിധമായ ആവശ്യങ്ങൾ, നമ്മുടെ പാരിഷുകളെ മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള സഭയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത് ഇതിലൂടെയാണ്. അതുകൊണ്ട് പറയുവാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരുടെയും സഹകരണം ഈ നാളുകളിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ എക്സാംസിനെ സംബന്ധിക്കുന്ന, പരീക്ഷയെ സംബന്ധിക്കാനായിട്ടുള്ള വിവരങ്ങൾ വാട്സപ്പിലൂടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാ കുഞ്ഞുങ്ങളെയും അറിയിക്കുന്നുണ്ട്. അധ്യാപകർ ഇത് കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പരീക്ഷകൾ നടത്തുവാനും പുതിയ വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ നടത്തുവാനായിട്ട് അധ്യാപകരും അതിന് നേതൃത്വം നൽകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.